ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിൽസ് ചെയ്യുന്നവർക്ക്, അതായത് എങ്ങനെ നല്ലൊരു സെയിൽസ്മാൻ ആകാം. ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങള് കുറെ പേർക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. അറിയുന്ന ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുക, അറിയാത്ത ആൾക്കാർ കാണുക. കാരണം സെയിൽസ്മാന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ, ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസ്മാൻ ആവാൻ പറ്റും. നല്ല സെയിൽസ്മാന്റെ ജോബിൽ, കരിയറിൽ നല്ല അതായത് നല്ല നേട്ടങ്ങൾ നേടാനും നല്ല ഇൻസെന്റീവ് സാലറി ഒക്കെ കിട്ടാനും ഈ വീഡിയോ ഉപകരിക്കും. അപ്പൊ ഇതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മള് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോ ഇവിടെ ഫർണിച്ചറിന്റെ ആണ്. ഫർണിച്ചർ മാത്രമല്ല, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, അതേപോലെ ഹോട്ടൽ ഫീൽഡ്, ബാക്കി ഏത് ഫീൽഡ് ആയാലും നമ്മളിപ്പോ സെയിൽ ചെയ്യുന്ന, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, അതേപോലെ എന്ത് മേഖലയിലും ചെയ്യുന്ന ആൾക്കാർക്കും ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് ആയിട്ട് എടുക്കണം എന്നാണ് നമ്മൾ പറയുക ജോബിന്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ സെയിൽസിലേക്ക് എത്തുന്നത്, ഇപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് സെയിൽസ് ഫീൽഡിലേക്ക് നമ്മൾ എത്താൻ കാരണം നമ്മളുടെ അതായത് വീട്ടിലത്തെ അവസ്ഥ, പിന്നെ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് തൽക്കാലം കഴിഞ്ഞുകൂടാ, അങ്ങനെ ഒരു ചിന്തയുമായിട്ടാണ് ഫസ്റ്റ് സെയിൽസ് ജോബിലേക്ക് എല്ലാവർക്കും കിടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കരിയറായിട്ട്, അതായത് ഞാൻ സെയിൽസ് മാനായിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരും നമ്മൾ 10th +2 ചിന്തിക്കുന്നില്ല. ഒരു രക്ഷിതാക്കളും ഇപ്പം എൻ്റെ മോനെ സെയിൽസ് പഠിപ്പിച്ച് ബിസിനസ് ആക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് വളരെ അപൂർവമായിരിക്കും. ഡോക്ടർ, എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള പ്രൊഫഷണലാണ് ചിന്തിക്കുക. കാരണം ഈ സെയിൽസിലുള്ള ജോബിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് അറിയാത്തതാണ് ഒരു മെയിൻ കാരണം. പിന്നെ സെയിൽസ് പറഞ്ഞൊരു ശരിക്കും ഒരു കല പോലെയാണ്. അത് ആർട്ട്, എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റും, അത് ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മൾ നിവർത്തികേടോണ്ട് ഒരു ജോബിന് പോയി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളൊരു 9 മണിക്ക് വരുന്നു, രാത്രി 7 മണിയോ അല്ലെങ്കിൽ 6 മണി വരെ സമയമാക്കുന്നു, മന്ത്ലി സാലറി വാങ്ങുന്നു, EMI കാര്യങ്ങളൊക്കെ അടച്ച് തട്ടിമുട്ടിയും ജീവിക്കുക. വേറെ എന്തെങ്കിലും നല്ലൊരു വർക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇതിനെ ഒരു സൈഡ് പോലെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സെയിൽസ് ജോബിന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തതാണ് സെയിൽസിൽ മുന്നേറാൻ കുറേ പേർക്ക് സാധിക്കാതെ വരുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ശരിക്കും പറഞ്ഞാൽ നല്ല ഹയസ്റ്റ് പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ്. ഈ ഇൻസെന്റീവ് ബേസിലൊക്കെ നന്നായി സെയിൽസ് പഠിച്ച ആൾക്കാർ ഒരുപാട് പൈസകൾ മറ്റേത് മേഖലയിലും വാങ്ങുന്നതിനേക്കാൾ കൂടുതലോ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ജോബും കൂടിയാണ് സെയിൽസ്. നല്ലൊരു സെയിൽസ്മാൻ നാളെയുടെ അതായത് വാഗ്ദാനം എന്ന് പറയുന്നത് നല്ലൊരു സെയിൽസ്മാൻ ആണ്. നമ്മൾ പല ബിസിനസിന്റെ ഹെഡുകളും സെയിൽസ്മാനായി നിന്ന് പിന്നെ CEO ആയി മാറി, പിന്നെ വലിയ വലിയ കമ്പനികളൊക്കെ ഗ്രോത്ത് ചെയ്തവരൊക്കെ